ന്യൂസ് ഡെസ്ക് ഹൈ വിഷൻ. മൺമറഞ്ഞുപോയ പൂർവികർക്ക് ഓർമ്മകൾ കൊണ്ട് തർപ്പണം. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. ഒരു തർപ്പണ ചടങ്ങ് തന്നെ മണിക്കൂറുകളോളം നീണ്ടു. മൺമറഞ്ഞുപോയ പിതൃക്കളെ അനുസ്മരിച്ചുകൊണ്ടാണ് കർക്കിടക വാവ് എത്തുന്നത്. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. എള്ളും പൂവും അർപ്പിച്ച് പിതൃക്കളുടെ മോക്ഷത്തിനായി സ്നാനഘട്ടങ്ങളിൽ മുങ്ങി നിവർന്ന് ശരീരവും മനസ്സും പരിശുദ്ധമാക്കി ആയിരങ്ങളാണ് മൺമറഞ്ഞുപോയ പൂർവികർക്ക് ഓർമ്മകൾ കൊണ്ട് തർപ്പണം ചെയ്തത്. മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങ് മറ്റു ക്ഷേത്രങ്ങളിൽ നടന്ന വാവുബലി ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കവ്യം, മധു, തിലം, വസ്ത്രം, തൈര്, പാൽ, നെയ്യ്, അഞ്ജനക്കല്ല്, ചന്ദനം, തീർത്ഥം, ദർഭ തുടങ്ങിയവ ഉപയോഗിച്ചാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. മറ്റ് ക്ഷേത്രങ്ങളിൽ 5-10 മിനിറ്റുകൾ കൊണ്ട് കഴിയുന്ന ബലിതർപ്പണ ചടങ്ങുകൾ മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചതാവട്ടെ 1 മണിക്കൂർ കൊണ്ടാണ്. കേരളത്തിൽ തന്നെ പാലക്കാട് ഐവർമഠം ക്ഷേത്രത്തിൽ ഒഴിച്ച് മറ്റൊരു സ്ഥലത്തും ഈ രീതിയിൽ തർപ്പണം നടത്തുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകളെപ്പറ്റി സംഘാടകരിൽ ഒരാളായ സുരേഷ് കാക്കേങ്ങാട് പറയുന്നത് ഇങ്ങനെ: കേരളത്തിൽ നടക്കുന്ന ബലിതർപ്പണങ്ങൾ 99% ശരിക്ക് പിതൃതർപ്പണമല്ല, നേരെ മറിച്ച് കുക്കുട തർപ്പണമെന്നോ കാകതർപ്പണമെന്നോ മത്സ്യതർപ്പണമെന്നോ പറയേണ്ടി വരും. കാരണം നമ്മൾ ഭുജിക്കുന്ന ഭോജ്യാന്നം പിതൃക്കൾക്ക് കൊടുക്കണമെന്നാണ് പ്രമാണം. നമ്മുടെ ശ്രീരാമചന്ദ്രൻ പിതാവിന് തർപ്പണം ചെയ്തതിനെ കുറിച്ച് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭുജിക്കുന്ന അന്നമാണ് കൊടുക്കേണ്ടത്. ഏറ്റവും വിശേഷപ്പെട്ടത് പിതൃക്കൾക്ക് കൊടുക്കണം. അതിന് പകരം ക്ഷേത്രങ്ങളിൽ ഒരു വ്യവസായം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും തർപ്പണം നടക്കുന്നത്. കൊടുക്കുന്ന തർപ്പണം എന്താ? പച്ചരി. ആരെങ്കിലും പച്ചരി തിന്നോ? അവനവന് തിന്നാൻ പറ്റുന്നത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിതൃക്കൾക്ക് പച്ചരി കൊടുത്താലും നമ്മൾ ശരിക്കും പിതൃക്കൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? കവ്യമാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.